ഗുഡ് മോർണിംഗ് ആന്റി. ഹേയ് ഗുഡ് മോർണിംഗ്. ഇതാരൊക്കെയാ? അകത്തേക്ക് വരൂ. കിഷോറേട്ടാ, ഇതാരാ വന്നിക്കുന്നേ നോക്കിയേ. ആ ഞാൻ വരുന്നു. സ്കൂളിൽ പോയില്ലേ? ഇല്ല പോയില്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടി ലീവ് എടുത്തു. നീ സ്കൂളിൽ പോയില്ലേ? അവൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോ ചെറിയൊരു ചൂട് പോലെ, അതുകൊണ്ടെന്ന് വിടണ്ട, റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. മോളുടെ പനിയൊക്കെ വേഗം മാറട്ടെ. ഇത് മോക്ക് വേണ്ടി അങ്കിള് വാങ്ങിക്കൊണ്ട് വന്നതാ. തൻവി, നിങ്ങൾ എവിടെയായിരുന്നു മനുഷ്യ? വാ, ഇവരോട് സംസാരിക്കേ. ഞാൻ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ആ ലച്ചു, നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? വീട് കാണാനല്ലേ വന്നത്? ചെന്ന് വീടൊക്കെ കണ്ടോ? ആളൊരു ഷൈ ടൈപ്പാന്ന് തോന്നുന്നു. സാരല്ല, വാ, ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. പേടിക്കണ്ട, ചെല്ല്, അവര് വിളിക്കല്ലേ. വാടോ. കിഷോർ സാറിന് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാം. അല്ലാതെ ഞാൻ വീട്ടിലാത്ത സമയത്തല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട. കൂടെ താമസിക്കുന്ന ഭാര്യയെടുത്ത് പോലും കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കുന്ന നിന്നോട് ഞാനെന്ത് ചോദിക്കാൻ? മതി, ഇവിടെ കൊണ്ട് നിർത്തിക്കോ എൻ്റെ പിറകെയുള്ള സാറിൻ്റെ ഈ ഓട്ടം. പണ്ടോട്ട് എനിക്കൊരു ദുശീലമുണ്ട്. എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ അതിൻ്റെ അവസാനം കണ്ടിട്ടേ പിന്മാറും. പോലീസായി പോയില്ലേ? തൊട്ടു മുമ്പ് മോളുടെ പേര് വിളിച്ചില്ലേ? ആ ശബ്ദത്തിലുണ്ടായിരുന്നു സാറിന് മോളോടുള്ള സ്നേഹം. നീ എന്താ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഇതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അതുപോലെ ആയിരിക്കില്ല ഞാൻ. ലച്ചോ. എന്നാച്ച്? ഏയ് ഒന്നുമില്ല, ക്ലിനിക്കിൽ നിന്ന് ഫോൺ വന്നു. എനിക്ക് അർജൻറ്റായിട്ട് പോകണം. വീടൊക്കെ കണ്ടില്ലേ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അയ്യോ, പോവാണോ? ലക്ഷ്മി ഫ്രീ ആകുമ്പോ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. കണ്ടിപ്പാ കുഴന്തയും നിങ്ങൾ രണ്ടുപേരും കണ്ടിപ്പാ എങ്ക വീട്ടിലെ വാങ്ങ. എന്നാ നമുക്ക് ഇറങ്ങാം. കണ്ണാ വാ, ഇറങ്ങാം. വരട്ടെ സാർ, ഇനിയും കാണാം. ഒരു കാതൽ വന്ന